നിങ്ങൾക്ക് ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു വലിയ ക്ഷേത്രം കാണണോ? എങ്കിൽ എൻ്റെ കൂടെ വാ. ഭോപ്പാലിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും 100 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്രാമധ്യേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രാങ്കണത്തിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നോക്കിക്കേ, ഈ ക്ഷേത്രം ഒറ്റ കല്ലിൽ തീർത്ത ജൈന ഹിന്ദുമത സമന്വയത്തിൻ്റെ ഒരു മൂർത്തിഭാവമാണ് കേട്ടോ. വേറൊന്നും ഇതിനോടുകൂടി ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു ഒറ്റ കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ഇതാണ് മാലാദേവി ടെമ്പിൾ. ഈ ക്ഷേത്രത്തിൻ്റെ താഴ്വാരം നോക്കിക്കേ, കൃഷി വിളവെടുപ്പിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ സാധാരണ കൃഷി ചെയ്യുന്നത് കടുക്, കടല, സോയാബീൻ, ചോളം, ഗോതമ്പ് എന്നിവയൊക്കെയാണ്. ഈ കൃഷിയിടം വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് നിരാശയുണ്ട് കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ആ സമയത്ത് ഇവിടെ വന്നാൽ സ്വിറ്റ്സർലൻഡ് പോലെയാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം വാസ്തുശില്പിയുടെയും നിർമ്മാണ കലയുടെയും മനോഹരമായൊരു സമന്വയമാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ കല്ലുകളിലും തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളും യക്ഷയക്ഷിണി ശില്പങ്ങളും ദേവീ രൂപങ്ങളുമാണ് കൊത്തിവച്ചിരിക്കുന്നത്. സാഞ്ചി, വിദിഷ, ഉദയഗിരി തുടങ്ങിയ പൈതൃക കേന്ദ്രങ്ങളുടെ അടുത്തായതിനാൽ ഇതൊരു ഹെറിറ്റേജ് സർക്യൂട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത്തരം പൈതൃക കേന്ദ്രങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഇവിടുത്തെ സൂര്യോദയവും അസ്തമയവും ഒരു മാസ്മരിക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് ഉത്തരായന രേഖ, അതായത് 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനില്ലേ ഭൂമിയുടെ സാങ്കല്പിക രേഖകളെക്കുറിച്ച്? അതിൽ നോർത്തേൺ ഹെമസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഈ രേഖ എനിക്ക് കാണാൻ സാധിച്ചത് ഞാനിപ്പോൾ മധ്യപ്രദേശിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഈ രേഖകളൊക്കെ സാങ്കല്പികമാണെങ്കിലും അതിൻ്റെ ഒരു മാർക്ക് ദാ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതുവഴി കടന്നു പോകുന്നവർക്ക് അത് വ്യക്തമായി കാണാനും ദിശ അറിയുന്നതിനും എല്ലാം ഇത് ഉപകരിക്കും. പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇത്തരം മനോഹരമായ കാഴ്ചകൾ ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നരസിംഹഗഡിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? കാണാത്തവർ ചാനൽ കയറി ഒന്ന് കാണണേ. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.